ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കള്ളനും ഭഗവതി എന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഗ്രാമത്തിലെ അമ്പല കമ്മിറ്റിയിൽപ്പെടുന്ന ആൾക്കാരെയാണ് കാണിക്കുന്നത്. അവിടുത്തെ ഒരു അമ്പലത്തിലെ പുനഃപ്രതിഷ്ഠ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ പ്രധാന കള്ളനായ മാത്തപ്പനെ കുറിച്ച് പോലീസിലൊന്ന് വിവരം അറിയിക്കണമെന്ന്. പുതിയ പ്രതിഷ്ഠ കൊണ്ട് വെക്കുന്ന സ്ഥിതിക്ക് അവനത് അടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആ വിവരം പോലീസിൽ അറിയിക്കാമെന്ന് അമ്പല കമ്മിറ്റി പ്രസിഡന്റും പറയുന്നു. അന്ന് ക്രിസ്മസ് ആയിരുന്നു. ക്രിസ്ത്യാനിയായ മാത്തപ്പനാകട്ടെ ഇറച്ചി വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോയതാണ്. അവനാണ് നമ്മുടെ മൂവിയിലെ നായകൻ. കള്ളൻ എന്ന പേര് മാത്രമേ ഉള്ളൂ. മര്യാദയ്ക്ക് ഒരു മോഷണം പോലും വിജയകരമായി പൂർത്തിയാക്കാൻ അവന് സാധിച്ചിട്ടില്ല. എപ്പോഴും ആരെങ്കിലും കൈയോടെ പിടികൂടും. അവൻ പുറത്തിറങ്ങിയാൽ തന്നെ ഇന്ന് എവിടെയാ മോഷ്ടിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ട് എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ജീവിതം മടുത്ത് അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു കത്ത് കൂടി എഴുതി വെക്കുന്നു. അങ്ങനെ കത്തെഴുതിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് പോലീസുകാർ വരുന്നുണ്ട്. അന്ന് ക്രിസ്മസ് രാത്രി ആയതുകൊണ്ട് തന്നെ മിക്കുള്ളവരും പള്ളിയിലേക്ക് പോകും. അത് കാരണം എവിടെയെങ്കിലും മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നീയായിരിക്കുമെന്നും അതുകൊണ്ട് ഈ വീട് വിട്ട് നീ പുറത്തു പോകാനേ പാടില്ല എന്നും പറഞ്ഞിട്ട് പോലീസുകാർ അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോവുകയാണ്. അവൻ അതിന് ഓക്കെ പറഞ്ഞിട്ട് വീണ്ടും വന്ന് തന്റെ ആത്മഹത്യക്കുറിപ്പ് എഴുതുകയാണ്. എന്നാൽ അവൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു മോഷണം കൂടി നടത്താൻ തീരുമാനിക്കുകയാണ്. അതും കൂടി വിജയകരമായിട്ട് നടന്നില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് തന്നെ അവൻ അതിൽ എഴുതിയിട്ടുണ്ട്. അവിടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലെ വിഗ്രഹം അടിച്ചു മാറ്റുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. അങ്ങനെ രാത്രിയാകാൻ അവൻ കാത്തിരിക്കുന്നു. ബാറിൽ പോയിട്ട് കുറച്ച് മദ്യവും വാങ്ങിച്ചു കഴിച്ചിട്ട് അവൻ മോഷണം നടത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ നായികയെ കാണിക്കുന്നു. അവളുടെ പേര് പ്രിയ എന്നാണ്. വലിയ ഈശ്വരവിശ്വാസിയായിരുന്നു പ്രിയ. അവൾ തന്റെ കയ്യില് മുല്ലപ്പൂമാല എടുത്ത ശേഷം ദൈവത്തിനോട് പറയുന്നുണ്ട്, ഇത്രയും കാലം നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത് കോർത്തത്. പക്ഷെ ഇന്ന് എനിക്കിത് തലയിൽ ചൂടി മറ്റൊരാളുടെ അടുത്തേക്ക് പോകേണ്ടി വരുന്നു. അവളുടെ അച്ഛൻ നേരത്തെ തന്നെ മരിച്ചതാണ്. അമ്മ അന്ന് മുതൽ കിടപ്പിലായിരുന്നു. അമ്മയുടെ ചികിത്സയ്ക്കും മറ്റുമായി ഒരുപാട് പണം ചെലവായി. വീടും പറമ്പും അവിടെയുള്ളൊരു വലിയ മുതലാളിയുടെ വീട്ടിൽ പണയം വെച്ചിരിക്കുകയായിരുന്നു. കാശ് കൊടുക്കാനില്ലാത്ത കാരണം അവളോട് അയാൾ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. വേറെ വഴിയില്ലാത്ത കാരണം അവൾക്ക് അയാൾ പറയുന്നത് അനുസരിക്കേണ്ടതായിട്ട് വരുന്നു. അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു ഓട്ടോക്കാരനും വരുന്നുണ്ട്. അതേസമയം മാത്തപ്പനാകട്ടെ അവൻ മോഷ്ടിക്കാൻ തീരുമാനിച്ച അമ്പലത്തിലേക്ക് കടക്കുന്നു. എന്നാൽ മോഷണ ശ്രമത്തിനിടെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളിൽ അവന്റെ കാല് തട്ടുകയും പുറത്തുണ്ടായിരുന്ന ആൾ ബഹളം കേട്ടിട്ട് അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അവന്റെ ആ മോഷണവും പാളി. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ അടുത്തുണ്ടായിരുന്ന പള്ളിയുടെ സെമിത്തേരിയിലേക്ക് ഓടിക്കയറുന്നു. പ്രിയ മനസ്സില്ലാ മനസ്സോടെ ആ ഓട്ടോക്കാരന്റെ കൂടെ മുതലാളിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവർ തന്റെ അച്ഛനെ കുറിച്ച് ആലോചിക്കുന്നു. അച്ഛനുണ്ടായിരുന്ന കാലത്ത് അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. വള്ളം മുങ്ങിയാണ് അച്ഛൻ മരിച്ചത്. അതിനുശേഷം അമ്മ കിടപ്പിലായി. അന്നു മുതൽ ഇന്ന് വരെ അവൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. ഒരുപാട് PSC പരീക്ഷകളൊക്കെ അവൾ എഴുതുന്നുണ്ട്. ഏതെങ്കിലും ഒരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് കാശ് കൊടുക്കാത്ത കാരണം ഈ മുതലാളി അവളെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓട്ടോയിൽ അവർ പോകുന്ന വഴിക്ക് പോലീസ് ചെക്കിംഗ് നടക്കുന്നത് കണ്ടതും ആ ഓട്ടോക്കാരൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടുന്നു. ഓൾറെഡി പോലീസ് നോട്ടമിട്ട ഒരു വ്യക്തിയായിരുന്നു ആ ഓട്ടോക്കാരൻ. അയാൾ ഓടുന്ന കണ്ടിട്ട് പ്രിയയും അയാളുടെ പിറകെ ഓടുന്നുണ്ട്. പോലീസുകാരും അവരുടെ പിറകെ ഉണ്ടായിരുന്നു. പ്രിയ ഓടിച്ചെന്ന് കയറുന്നതും ഇതേ സെമിത്തേരിയിലേക്ക് തന്നെയാണ്. മാത്തപ്പനും പ്രിയയും ആ സെമിത്തേരിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവളെ കണ്ടതും ഒരു മോശക്കാരിയായ സ്ത്രീയായിട്ടാണ് മാത്തപ്പന് തോന്നുന്നത്. പള്ളിയിൽ ചടങ്ങ് നടക്കുന്ന കാരണം അവിടെ ചുറ്റും ആൾക്കാരായിരുന്നു. അവർക്ക് ആ സെമിത്തേരിയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുന്നില്ല. താനൊരു കള്ളനാണെന്നുള്ള കാര്യം മാത്തപ്പനും തുറന്നു പറയുന്നു. തന്റെ മോഷണം പാളിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ അവർ കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് മാത്തപ്പനെ പറ്റി പലതും പ്രിയ ചോദിക്കുന്നു. എന്തായാലും ആൾക്കാരെല്ലാം പോയിട്ടേ ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ട് ഇറങ്ങാൻ പറ്റൂ. അതുവരെ ബോറടിച്ചിരിക്കേണ്ട, താൻ തന്റെ കഥ പറ. അങ്ങനെ മാത്തപ്പൻ അവന്റെ കഥ പറയുകയാണ്. ഇതുപോലെ ക്രിസ്മസ് രാത്രിയിലാണ് അവൻ ജനിച്ചത്. അവന്റെ അച്ഛന്റെ അമ്മയുടെയും ഒറ്റ മകൻ. അതിനിടയ്ക്ക് ആൾക്കാരെല്ലാം അവിടുന്ന് പോയതും അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ പിന്നീടുള്ള കഥ അവൻ നടന്നുകൊണ്ടാണ് പറയുന്നത്. അവന്റെ അച്ഛന്റെ അമ്മയുടെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം അവന്റെ വീട്ടിലേക്ക് അവന്റെ അച്ഛന്റെ കൂട്ടുകാരനും ഫാമിലിയും വരുന്നു. അവരുടെ വീടൊക്കെ പോയിട്ടാണ് അവരിവിടേക്ക് താമസത്തിനായി വരുന്നത്. എന്നാൽ അവരുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ഇവിടെ വന്ന് താമസിച്ച ശേഷം അവിടെ താമസത്തിന് വന്ന ശേഷം മാത്തപ്പന്റെ അച്ഛനെ അയാളുടെ കൂട്ടുകാരൻ ഒരു വലിയ കുടിയനാക്കി മാറ്റുന്നു. അച്ഛന്റെ കൂട്ടുകാരന്റെ മകളായ വാസന്തിയെ മാത്തപ്പന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവന്റെ കളിക്കൂട്ടുകാരിയുമായിരുന്നു. എന്നാൽ പോകെ പോകെ ഓരോ ദിവസവും മാത്തപ്പന്റെ അച്ഛൻ വലിയൊരു കുടിയനായി മാറി. അയാൾ ജോലിക്കും പോകാതെയായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരന്റെ വീട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് മാത്തപ്പന്റെ അച്ഛൻ അവരുടെ സ്വന്തം വീടിന്റെ ആധാരം എടുത്ത് കൊടുക്കുന്നു. കുടിച്ചു ബോധമില്ലാതെയാണ് അയാൾ ഇതെല്ലാം ചെയ്യുന്നത്. പതിയെ പതിയെ അവരുടെ വീട്ടിലേക്ക് പട്ടിണി കടന്നു വരാൻ തുടങ്ങി. തന്റെ കൂട്ടുകാരൻ തന്നെ ചതിക്കുകയാണെന്ന് അവസാനമാണ് മാത്തപ്പന്റെ അച്ഛന് മനസ്സിലാകുന്നത്. അതോടുകൂടെ അയാളുടെ കയ്യിൽ നിന്നും എല്ലാം കൈവിട്ടു പോയിരുന്നു. അങ്ങനെ ഒരു ദിവസം അവന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു. അവൻ അങ്ങനെ ഒറ്റയ്ക്കായി. അതിനുശേഷം അച്ഛന്റെ കൂട്ടുകാരനാണ് മാത്തപ്പനെ നോക്കിയത്.
അയാളുടെ മകളും അവനും ഇഷ്ടത്തിലായിരുന്നു. എന്നാൽ നല്ലൊരു കാശുകാരനെ കിട്ടിയപ്പോൾ മാത്തപ്പനെ തേച്ചിട്ട് ആ പെൺകുട്ടി പോയി. അത് ചോദ്യം ചെയ്തപ്പോഴേക്കും ആ വീട്ടിൽ നിന്ന് അവനെ അടിച്ചിറക്കുകയും ചെയ്തു. പിന്നെ എന്തോ ദേ തോന്നിയിട്ട് അവന്റെ വീടും പറമ്പും അവർ തിരികെ നൽകിയിരുന്നു. അതുകൊണ്ടിപ്പോ എനിക്ക് സ്വന്തമായിട്ടുള്ളത് ആ വീടും പറമ്പും മാത്രമാണ്. കുറച്ചുനാൾ സ്ഥലക്കച്ചവടമൊക്കെ ആയിട്ട് കുറച്ച് കാശൊക്കെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ചെറിയ മോഷണമൊക്കെ തുടങ്ങിയത്. അങ്ങനെ തന്റെ കഥയും പറഞ്ഞുകൊണ്ട് അവളെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് മാത്തപ്പൻ പറയുന്നു. അവന്റെ കഥയൊക്കെ കേട്ട് കഴിയുമ്പോൾ അവൾ അവനോട് പറയുന്നുണ്ട്, ഇവിടെയുള്ള പുഴയ്ക്കപ്പുറത്ത് ഒരു ഗുഹാക്ഷേത്രമുണ്ട്. അവിടെ ഒരു ദേവിയുടെ വിഗ്രഹമുണ്ട്. എന്തായാലും മരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതല്ലേ, അവിടെ പോയി ആ വിഗ്രഹം മോഷ്ടിച്ച് വിൽക്കാൻ നോക്ക്. ചിലപ്പോ നീ രക്ഷപ്പെട്ടാലോ. പക്ഷെ ആകെയുള്ളൊരു പ്രശ്നം, ഇതുവരെയും ആ പുഴ കടക്കാൻ ശ്രമിച്ചവർ ആരും തന്നെ തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സ്ഥിതിക്ക് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാ. അങ്ങനെ മാത്തപ്പൻ ആ പുഴയിലേക്ക് പോയി ഇറങ്ങുന്നു. അത് നീന്തിക്കിടക്കുക എന്ന് പറയുന്നത് വളരെ സാഹസികത നിറഞ്ഞ പണിയായിരുന്നു. ഒരു വിധത്തിൽ അവൻ നീന്തി അക്കരെ എത്തുന്നു. അവിടെ പ്രിയ പറഞ്ഞ പോലെ ആ ഗുഹാക്ഷേത്രം ഉണ്ടായിരുന്നു. നട തുറന്ന് ഉള്ളിലേക്ക് കടന്ന് അവൻ ആ ദേവി വിഗ്രഹം എടുക്കുന്നു. അതുകൊണ്ട് തിരിച്ച് പുഴ നീന്തി കടക്കുകയാണ്. എന്നാൽ അതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് അവൻ താഴേക്ക് പോകുന്നു. അവന്റെ കയ്യിൽ നിന്ന് ആ വിഗ്രഹവും പോയിരുന്നു. പക്ഷേ രണ്ട് കൈകൾ വന്ന് അവനെ രക്ഷിക്കുന്നതാണ് കാണിക്കുന്നത്. ബോധം വരുമ്പോൾ അവൻ കരയിൽ കിടക്കുകയാണ്. അവന്റെ മുൻപിലായിട്ട് സാക്ഷാൽ ഭഗവതി തന്നെ ഇരിപ്പുണ്ടായിരുന്നു. താൻ ദേവിയാണെന്ന് പറഞ്ഞിട്ട് പോലും മാത്തപ്പൻ വിശ്വസിക്കുന്നില്ല. ദേവിയാണെങ്കിൽ സ്വർണവും കിരീടവും ഒക്കെ ഉണ്ടാവും. ആ രൂപത്തിൽ വരാമെങ്കിൽ ഞാൻ വിശ്വസിക്കാന്ന് പറയുന്നു. അങ്ങനെ മാത്തപ്പനോട് കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് ദേവി തന്റെ യഥാർത്ഥ രൂപം അവന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് മാത്തപ്പന് ശരിക്കും വിശ്വാസമായത്. എന്തായാലും പുഴയിലേക്ക് വീണ തന്നെ രക്ഷിച്ചതിന് നന്ദിയും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ ദേവി അവന്റെ പിന്നാലെ തന്നെ കൂടി. തന്റെ പിറകെ ഇങ്ങനെ എന്തിനാ വരുന്നതെന്ന് അവൻ പലവട്ടം ചോദിക്കുന്നു. എനിക്ക് പോകാൻ ഒരിടമില്ലെന്നാണ് ദേവി പറയുന്നത്. ഇവിടെ പുനഃപ്രതിഷ്ഠ നടക്കാൻ പോകുന്ന അമ്പലത്തിലേക്ക് കുടിയേറേണ്ട ചൈതന്യമാണ് താൻ. പ്രതിഷ്ഠാ ദിനത്തിൽ മാത്രമേ എനിക്ക് ഈ അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. ഇനി തിരിച്ച് ആ വിഗ്രഹത്തിലേക്ക് പോകാനും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ചുനാൾ താമസിക്കാൻ ഒരിടം വേണം. ദേവി പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ മാത്തപ്പന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും എന്റെ കൂടെ ഒന്നും വരാൻ പറ്റില്ല എന്നും ആൾക്കാർ കണ്ടാൽ വേറെ പലതും വിചാരിക്കുമെന്നുമാണ് മാത്തപ്പൻ പറയുന്നത്. എന്നാൽ മാത്തപ്പന് മാത്രമേ ദേവിയെ കാണാൻ പറ്റൂന്ന് ദേവി പറയുന്നു. ഒടുവിൽ ദേവിയുടെ നിർബന്ധം കാരണം മാത്തപ്പൻ ദേവിയെ കൂടെ കൂട്ടുകയാണ്. അങ്ങനെ ദേവിയും കൂട്ടി മാത്തപ്പൻ അവന്റെ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലെ സൗകര്യങ്ങളൊക്കെ കുറവാണെന്നും അഡ്ജസ്റ്റ് ചെയ്യണമെന്നും അവൻ പറയുന്നുണ്ട്. തനിക്ക് വേണ്ടതെല്ലാം താൻ തന്നെ ശരിയാക്കിക്കൊള്ളാമെന്നാണ് ദേവി പറയുന്നത്. അങ്ങനെ ദേവിക്ക് ധ്യാനത്തിനിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി ദേവി തന്നെ തന്റെ ശക്തി ഉപയോഗിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ദേവി അവനോട് പറയുന്നുണ്ട് തനിക്ക് കുളിക്കണമെന്ന്. നാളെ മുതൽ എന്നും പുലർച്ചെ 3 മണിക്ക് എന്നെ അമ്പലക്കുളത്തിലേക്ക് കൊണ്ടുപോകണം. പോകുമ്പോൾ മുന്നിലായിട്ട് ഒരു നിലവിളക്ക് കൂടി കത്തിച്ചു പിടിക്കണം. ഇതൊക്കെ കേട്ടിട്ട് മാത്തപ്പന് ചിരിയാണ് വരുന്നത്. എന്നാൽ ഇതൊക്കെ തമാശയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ശപിച്ചു കളയുമെന്ന് ദേവി പറയുന്നുണ്ട്. ദേവി പറയുന്നത് അനുസരിക്കുകയല്ലാതെ അവന് വേറെ നിവർത്തിയില്ലായിരുന്നു. താൻ എല്ലാം ചെയ്യാമെന്ന് അവൻ പറയുന്നു. മാത്രമല്ല ഈ മുറിയുടെ നടുക്കായിട്ട് ഒരു തടുക്ക് കൂടി ഇടണം. തനിക്ക് ഇരിക്കാൻ വേണ്ടിയാണ് അതെന്നും ദേവി പറയുന്നു. എല്ലാം മാത്തപ്പൻ സമ്മതിക്കുന്നു. ഈ മാത്തപ്പന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവനൊരു കള്ളനായിരുന്നു. വല്ലഭൻ എന്നാണ് അവന്റെ പേര്. കുറച്ചു നാളായിട്ട് ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയ വല്ലഭൻ നേരെ മാത്തപ്പനെ കാണാനാണ് വരുന്നത്. അവൻ പുറത്തു വന്ന് വിളിച്ചതും മാത്തപ്പൻ ആകെ പേടിക്കുന്നു. ദേവിയോട് അവൻ പോയി കാര്യം പറയുന്നുണ്ട്. എന്നാൽ മാത്തപ്പന് മാത്രമേ തന്നെ കാണാൻ പറ്റൂവെന്നും അതുകൊണ്ട് വല്ലഭൻ അകത്തേക്ക് കയറി വന്ന ഒരു കുഴപ്പവും ഇല്ലാന്നും ദേവി പറയുന്നുണ്ട്. അങ്ങനെ മാത്തപ്പൻ പോയി വാതിൽ തുറക്കുന്നുണ്ട്. വല്ലഭൻ അകത്തേക്ക് കയറി വരുന്നു. ദേവി ഇരിക്കുന്ന മുറിയിലേക്ക് അവൻ വരുന്നുണ്ടെങ്കിലും ദേവിയെ കാണാൻ പറ്റുന്നില്ല. അവിടെയുള്ള മാറ്റങ്ങൾക്കൊക്കെ കാരണം അവൻ തിരക്കുന്നുണ്ട്. മാത്തപ്പൻ ഒന്നും തന്നെ പറയുന്നില്ല. ദേവി ഇരിക്കുന്ന ആ തടുക്കിലേക്ക് വന്നിട്ട് വല്ലഭൻ ഇരിക്കാൻ തുടങ്ങിയതും മാത്തപ്പൻ പറയുന്നുണ്ട് അതിലിരിക്കരുതെന്ന്. ഇരുന്നാൽ എന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇരുന്നാൽ വലിയ പ്രശ്നമാകുമെന്നാണ് മാത്തപ്പൻ പറയുന്നത്. പക്ഷെ അതൊന്നും കേൾക്കാതെ വല്ലഭൻ അതിലിരിക്കുന്നു. ദേവിയുടെ ശക്തി കാരണം അവൻ അതിൽ നിന്നും തെറിച്ച് പുറത്തേക്ക് പോയി വീഴുകയാണ്. വല്ലഭൻ ശരിക്കും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ മാത്തപ്പന് അവനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടതായി വരുന്നു. വല്ലഭൻ ആദ്യം ഒന്നും ഇത് വിശ്വസിക്കുന്നില്ല. ദേവിയെ കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ മാത്തപ്പൻ ദേവിയോട് പോയിട്ട് വല്ലഭന്റെ മുൻപിലും കൂടി ഒന്ന് പ്രത്യക്ഷപ്പെടാമെന്ന് ചോദിക്കുന്നു. ദേവി അത് ആദ്യം വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ അവൻ വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ ദേവിയും മാത്തപ്പന്റെ ആഗ്രഹം സമ്മതിച്ചു കൊടുക്കുന്നു. അങ്ങനെ വല്ലഭന്റെ മുൻപിലും ദേവി പ്രത്യക്ഷപ്പെടുന്നു. അപ്പോഴാണ് അവനും വിശ്വസിക്കുന്നത്. ദേവിയാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവനാകട്ടെ ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമോ എന്ന് ദേവിയോട് ചോദിക്കുന്നുണ്ട്. തനിക്ക് കള്ളും ചിക്കനും വേണോന്നൊക്കെ അവൻ പറയുന്നു. അതൊന്നും തങ്ങളെ കൊണ്ട് തരാൻ പറ്റില്ല എന്നാണ് ദേവി പറയുന്നത്. ഇവന്റെ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് മാത്തപ്പൻ അവനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ വല്ലഭൻ പറയുന്നത് നമുക്ക് ഈ ദേവിയെ വിൽക്കാമെന്നായിരുന്നു. ആവാഹിച്ചൊരു കുപ്പിയിലാക്കി നോർത്ത് ഇന്ത്യയിൽ കൊണ്ടു കൊടുത്താൽ നല്ല കാശ് കിട്ടുമെന്നാണ് വല്ലഭൻ പറയുന്നത്. അവൻ പറയുന്ന കേട്ട് മാത്തപ്പനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്കൊരു അമ്പലം പണിത് ദേവി അവിടെ ഇരുത്തിയിട്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടി കാശൊക്കെ ഉണ്ടാക്കാം. ഇങ്ങനെ ഓരോരോ ഓപ്ഷനുകൾ അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് മാത്തപ്പൻ വല്ലവനെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. പിറ്റേന്ന് പുലർച്ചെ മുതൽ എന്നും മാത്തപ്പൻ ദേവിയെ കുളത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ദേവി 3 മണിക്ക് കുളി കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്കും അവൻ കൊണ്ടുവരും. അവൻ ദേവിയോട് സംസാരിച്ചുകൊണ്ട് വിളക്കം തെളിച്ച് രാവിലെ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് അവന് വട്ടാണെന്ന്. ദേവിയെ മറ്റാർക്കും തന്നെ കാണാൻ കഴിയാത്ത കാരണമാണ് അവരങ്ങനെ
അങ്ങനെ ചിന്തിക്കുന്നത്. കുറെ ദൂരം നടന്നുകൊണ്ട് മാത്തപ്പൻ പറയുന്നുണ്ട് ദേവിക്ക് എന്നെ വിട്ട് പോകാതിരുന്നൂടെ എന്ന്. ഇപ്പോഴാണ് ജീവിതത്തിൽ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നത്. എന്നാൽ തനിക്ക് പോയേ പറ്റൂന്ന് ദേവി പറയുന്നു. ആ പുനഃപ്രതിഷ്ഠാ ദിനത്തില് അവിടെ കുടിയേറേണ്ട ചൈതന്യമാണ് താൻ. അന്ന് വരെ മാത്രമേ മാത്തപ്പന്റെ കൂടെ ദേവിക്ക് നിൽക്കാൻ കഴിയൂ. പിറ്റേന്ന് മാത്തപ്പൻ ദേവിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ ദേവിക്ക് ഒരു സദ്യ ഉണ്ടാക്കി തരട്ടെ എന്ന്. തന്നോളാൻ ദേവി അനുവാദവും കൊടുക്കുന്നു. അതേസമയം വല്ലഭനാകട്ടെ ദേവിയെ എങ്ങനെയെങ്കിലും ആവാഹിച്ച് നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുപോയി വിൽക്കാനുള്ള പരിപാടിയായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവൻ ഒരു സ്വാമിയെ പോയി കാണുകയും ചെയ്യുന്നു. തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ഒരു ബാധയുണ്ടെന്നും അതിനെ ഒഴിപ്പിക്കണമെന്നും പറഞ്ഞിട്ടാണ് അവൻ അവിടെ പോയി കാര്യം അവതരിപ്പിക്കുന്നത്. അങ്ങനെ ആ സ്വാമി മാത്തപ്പന്റെ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ ദേവിക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അയാൾ അവിടെ ഒരു കളമൊക്കെ ഒരുക്കിയ ശേഷം ആവാഹനം നടത്താനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ ദേവി അയാളെയും കൂടെ വന്ന ആളെയും പേടിപ്പിച്ച് അവിടെ നിന്ന് ഓടിക്കുകയാണ്. ആ ബഹളത്തിന്റെ ഇടയ്ക്ക് വല്ലഭനും പരിക്കു പറ്റുന്നു. വല്ലഭനെയും കൊണ്ട് മാത്തപ്പൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെയാകട്ടെ പ്രിയയുടെ അമ്മയെ ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുകയാണ്. അവർക്ക് വീണ്ടും അസുഖം കൂടിയിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം പ്രിയയും മാത്തപ്പനും വീണ്ടും അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. മാത്തപ്പൻ പ്രിയയുടെ അമ്മയെ പോയി കാണുന്നുണ്ട്. അന്ന് വീട്ടിൽ വന്ന ശേഷം പ്രിയ എപ്പോഴും മാത്തപ്പനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നതെന്ന് അവര് പറയുന്നു. അത് കേട്ടപ്പോൾ മാത്തപ്പനും അവളോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അവളുടെ അമ്മയുടെ ഏറ്റവും വലിയ ടെൻഷൻ പ്രിയയെ കുറിച്ച് തന്നെയായിരുന്നു. തനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൾ ഒറ്റയ്ക്കാകുമോ എന്നുള്ള പേടിയായിരുന്നു അവർക്ക് എപ്പോഴും. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രിയ അവനോട് ചോദിക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനമൊക്കെ വിട്ടോ എന്ന്. അതെല്ലാം വിട്ടിട്ട് താൻ ജീവിക്കാൻ തീരുമാനിച്ചു എന്നാണ് അവൻ പറയുന്നത്. 2 ദിവസം മുമ്പ് താൻ കണ്ട മാത്തപ്പനെ അല്ല എന്ന് അവൾ പറയുന്നു. ഗുഹാശയത്തിൽ പോയിട്ട് എന്തായി എന്ന് അവൾ ചോദിക്കുന്നു. അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും അവളെ നേഴ്സ് വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ മാത്തപ്പൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ദേവി അവനോട് പറയുന്നുണ്ട് നീ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിലും താമസിക്കുന്ന സ്ഥലം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്ന്, ഇവിടെയെല്ലാം നല്ലപോലെ വൃത്തിയാക്കണമെന്ന്. താൻ ഇത്രയും കാലം ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നില്ലേ, ഇതൊന്നും തനിക്ക് പറഞ്ഞു തരാൻ ആരും തന്നെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയതെന്ന് അവൻ പറയുന്നുണ്ട്. അവന്റെ വിഷമം കണ്ടിട്ട് ദേവി പറയുന്നുണ്ട് നിന്നെ സ്നേഹിക്കാനും ഇനിയുള്ള ജീവിതത്തിൽ നിന്റെ കൂട്ടായിട്ടും ഒരാൾ ഇവിടേക്ക് വരുമെന്ന്. ഇതിനോടകം തന്നെ പല രീതിയിലും നാട്ടുകാർക്കിടയിൽ ചർച്ച തുടങ്ങിയിരുന്നു. മാത്തപ്പന്റെ വീട്ടില് ദേവി വന്നു എന്നുള്ളതിന്റെ പേരില്. ക്രിസ്ത്യാനിയായ അവന്റെ വീട്ടിലെങ്ങനെ ദേവി വന്നത് എന്നായിരുന്നു അവരുടെ പ്രശ്നം. അങ്ങനെ ഒരു ദിവസം ബസ്സിൽ വെച്ച് മാത്തപ്പൻ പ്രിയയെ വീണ്ടും കാണുന്നു. അന്നവൻ അവളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ദേവിയുടെ കാര്യം കേട്ടപ്പോൾ അവൾക്ക് ശരിക്കും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ പുളോടിക്കുകയാണെന്നാണ് അവൾ വിചാരിക്കുന്നത്. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് അവൻ പറയുന്നു. എന്നാ ഒരു കാര്യം ചെയ്യും, നിന്റെ ഭഗവതിയോട് പറഞ്ഞിട്ട് എന്റെ തളർന്നു കിടക്കുന്ന അമ്മയൊന്നും നടത്തിക്ക്, അങ്ങനെയാണെങ്കിൽ താൻ വിശ്വസിക്കാമെന്ന് അവൾ പറയുന്നു. അത്രയും പറഞ്ഞിട്ട് അവൾ ഇറങ്ങി പോവുകയാണ്. പിറ്റേന്ന് രാവിലെ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ അമ്മ നടക്കുന്നത് അവൾ കാണുന്നുണ്ട്. താൻ മാത്തപ്പനോട് ആവശ്യപ്പെട്ട കാര്യം നടന്നുവെന്ന് മനസ്സിലായതും അവൾ മാത്തപ്പനെ കാണാൻ വേണ്ടി പോകുന്നു. അന്ന് പ്രിയയുടെ മുന്നിലേക്ക് മാത്തപ്പന്റെ കൂടെ ദേവിയും വരുന്നുണ്ട്. പ്രിയയ്ക്ക് കൂടി വിശ്വാസമാകാൻ വേണ്ടിയിട്ട് ദേവി അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. വിഗ്രഹം മോഷ്ടിക്കാൻ താൻ മാത്തപ്പനോട് പറഞ്ഞത് തന്റെ അറിവില്ലായ്മയാണെന്നും എല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നുവെന്നും പ്രിയ പറയുന്നുണ്ട്. അതിലൊന്നും തന്നെ ദേവിക്ക് അവളോട് ഒരു പരിഭവവുമില്ലായിരുന്നു. ഇനി അങ്ങോട്ട് നിന്റെ ജീവിതത്തിലും നല്ല കാര്യങ്ങൾ മാത്രമേ നടക്കൂ എന്ന് ദേവി പറയുന്നു. അങ്ങനെ പ്രിയ അവിടെ നിന്നും പോവുകയാണ്. അന്ന് വീട്ടിലെത്തിയ ശേഷം മാത്തപ്പൻ ദേവിക്ക് വേണ്ടിയിട്ടൊരു സദ്യ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ദേവി ആസ്വദിച്ച് ആ സദ്യ കഴിക്കുന്നു. ഇനി അധിക ദിവസം ദേവി അവിടെ ഇല്ലായിരുന്നു. ദേവിക്ക് പോകാൻ സമയമായി. അതുകൊണ്ട് ദേവി മാത്തപ്പനോട് പറയുന്നുണ്ട് ജീവിതത്തിൽ സങ്കടങ്ങളൊക്കെ കഴുത്തറ്റം വരെ വരാം എന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കാൻ നിൽക്കരുത്. ഇനിയുള്ള നിന്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാകൂ. മറ്റുള്ളവരെ പോലെ നീയും നല്ലൊരു ജീവിതം നയിക്കും. ദേവിയുടെ ആ വാക്കുകൾ മാത്തപ്പന് ഒരുപാട് ആശ്വാസം നൽകി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ദേവി അവനെ വിട്ടുപോകുന്നതിന്റെ സങ്കടമായിരുന്നു അവന്. അവൻ അമ്പലത്തിന്റെ അടുത്തൂടെ പോകുന്ന വഴിക്ക് ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും പേഴ്സ് താഴെ വീഴുന്നു. കള്ളനായ അവന് അവസരം കിട്ടിയിട്ട് പോലും അവനത് എടുക്കുന്നില്ല. ആ പേഴ്സ് ആ സ്ത്രീക്ക് തന്നെ അവൻ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദേവി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം അവന് മോഷ്ടിക്കാനോ തെറ്റായ പ്രവർത്തികൾ ചെയ്യാനോ തോന്നിയിട്ടില്ലായിരുന്നു. അങ്ങനെ അമ്പലത്തിലെ പുനഃപ്രതിഷ്ഠാ ദിവസം എത്തി. അവിടെ കുടിയിരിക്കേണ്ട ചൈതന്യമാണല്ലോ ദേവി. അതുകൊണ്ട് മാത്തപ്പനോട് യാത്ര പറഞ്ഞ് ദേവി അമ്പലത്തിലേക്ക് തന്നെ പോവുകയാണ്. ദേവി പോകുന്നത് മാത്തപ്പന് മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് പൂജകൾക്കൊക്കെ ശേഷം ദേവി അവർ അവിടെ കുടിയിരുത്തുകയാണ്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം ആൾക്കാരെല്ലാം തൊഴാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോവുകയാണ്. മാത്തപ്പനും ദേവിയെ തൊഴാൻ ആഗ്രഹം തോന്നുന്നു. എന്നാൽ അവൻ അമ്പലത്തിലേക്ക് പോകുന്ന കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങൾ തടയുന്നുണ്ട്. വിഗ്രഹം മോഷ്ടിക്കാനുള്ള വഴി കണ്ടെത്താനാണ് അവൻ അമ്പലത്തിലേക്ക് വരുന്നതെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ താൻ തൊഴുതിട്ട് പൊയ്ക്കൊള്ളാമെന്ന് അവൻ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ എല്ലാവരും അവനെ അവിടുന്ന് തല്ലി ഓടിക്കാൻ നോക്കുകയായിരുന്നു. ആ സമയത്ത് ദേവി കോപിക്കുന്നു. ശക്തിയായ കാറ്റ് വരികയും അമ്പലത്തിലെ വിളക്കുകളെല്ലാം അണയുകയും ചെയ്യുകയാണ്. ഇത് കണ്ട് തിരുമേനി പറയുന്നുണ്ട് എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നു. ദേവിക്ക് ഇഷ്ടമല്ലാത്ത എന്തോ ഒരു കാര്യം നടന്നിരിക്കുന്നു. അയാൾ പുറത്തേക്ക് വരുമ്പോഴാണ് മാത്തപ്പനെ എല്ലാവരും കൂടി എടുത്തിട്ട് അടിക്കുന്നത് കാണുന്നത്. പൂജാരി കമ്മിറ്റി പ്രസിഡന്റിനോട് കാര്യം തിരക്കുന്നു. അയാൾ അഹിന്ദു ആണെന്ന് കമ്മിറ്റി പ്രസിഡന്റ് പറയുകയാണ്. ദേവിക്ക് എങ്ങനെ അഹിന്ദു ഹിന്ദു ഒന്നും തന്നെ ഇല്ല, ആർക്ക് വേണമെങ്കിലും അമ്പലത്തിൽ കയറാം, അയാൾ കയറിക്കോട്ടെ എന്നാണ് പൂജാരി പറയുന്നത്. അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് വെച്ചിരുന്ന ബോർഡ് പോലും ആ കാറ്റത്ത് താഴെ വീണിരുന്നു.
പറയുന്നു. അങ്ങനെ മാത്തപ്പൻ അകത്തേക്ക് കടന്നതും അന്തരീക്ഷം ശാന്തമാവുകയും ചെയ്തു. മാത്തപ്പൻ കണ്ണു നിറയെ ദേവിയെ കാണുന്നു. മാത്തപ്പന് മാത്രമേ ദേവിയുടെ യഥാർത്ഥ രൂപം കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. മാത്തപ്പൻ അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് പ്രിയയും അവളുടെ അമ്മയും അവിടേക്ക് വരുന്നുണ്ട്. താൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണെന്ന് മാത്തപ്പൻ പറയുന്നു. വേറെ എവിടെയെങ്കിലും പോയി നല്ലപോലെ ജീവിക്കണം. ഈ നാട്ടിലെ എല്ലാവരും എന്നെ കള്ളനായിട്ട് മാത്രമേ കാണൂ. എന്നാൽ എന്തിനാ ഈ നാട് വിട്ടു പോകുന്നത്? ഇവിടെ തന്നെ നിന്നൂടെ എന്ന് പ്രിയ ചോദിക്കുന്നു. തനിക്കിവിടെ ആരുമില്ലല്ലോ എന്ന് മാത്തപ്പൻ പറയുമ്പോൾ ഞങ്ങളൊക്കെ ഇല്ലേ എന്നാണ് പ്രിയ പറയുന്നത്. എന്നും കൂടെ ഉണ്ടാകുമോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവള് തിരിച്ചു ചോദിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഞാനൊരു മോശപ്പെട്ട സ്ത്രീ അല്ലേ എന്നാണ്. എന്നാൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന് മാത്തപ്പൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതേ ദേവിയുടെ നടയിൽ വെച്ചിട്ട് മാത്തപ്പന്റെയും പ്രിയയുടെയും വിവാഹം നടക്കുന്നതാണ്. അവർ രണ്ടുപേരെയും ദേവി അനുഗ്രഹിക്കുന്നു. അതോടുകൂടി ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.